Living things move. All living things show movement. ജീവനുള്ള സാധനമാണെങ്കിൽ അതെന്ത് ചെയ്യും? It will show movement. All living things show movement. Look at the picture. Here you can see many things. എന്തൊന്നൊക്കെ കാണാം? കുറേ ലിവിങ് തിങ്സ് കാണാൻ പറ്റും അല്ലേ? Here you can see a boy. ആ ബോയ് എന്താ ചെയ്യുന്നത്? He is running. Here you can see two girls. ഒരു ഗേൾ എന്താ ചെയ്യുന്നത്? വാക്കിംഗ്. വേറൊരു ഗേളോ? ഷീസ് ജമ്പിങ്. ഒരു ബേർഡ് കാണാമോ ഇവിടെ മുകളിൽ? വാട്ട് ഈസ് എ ബേർഡ് ഡൂയിങ്? ഫ്ലൈയിങ്. ദാ ഒരു ആമ, ഇറ്റ്സ് എ ടോർട്ടോയ്സ്. അതെന്ത് ചെയ്യുന്നു? ക്രോളിങ്, എഴഞ്ഞു പോകുന്നു. ആൻഡ് യു ക്യാൻ സീ എ ഫിഷ് ഇൻ ദ വാട്ടർ. ആൻഡ് വാട്ട് ഈസ് ദ ഫിഷ് ഡൂയിങ്? സ്വിമ്മിങ്. സോ ഓൾ ലിവിങ് തിങ്സ് ഷോ മൂവ്മെൻറ്റ്. ഇതൊക്കെ ആനിമൽസ് ആണല്ലോ. സോ ഡു പ്ലാന്റ്സ് ഷോ മൂവ്മെൻറ്റ്? യെസ്, പ്ലാന്റ്സ് ഓൾസോ ഷോ മൂവ്മെൻറ്റ്. ഹാവ് യു സീൻ ദിസ് പ്ലാന്റ്? ഈ ചെടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇറ്റ്സ് എ ടച്ച് മീ നോട്ട് പ്ലാന്റ്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? വാട്ട് ഹാപ്പൻസ് വെൻ യു ടച്ച് ഇറ്റ്സ് ലീവ്സ്? അതിൻ്റെ ഇല തൊടുമ്പോൾ എന്ത് പറ്റും? അത് പതിയെ ഇലയൊക്കെ ഇങ്ങനെ അടച്ചടച്ച് വരും. കണ്ടിട്ടുണ്ടോ? ഷാൽ വി സീ? ദാ നോക്കിയേ, കണ്ടോ? അതിൻ്റെ ഇല ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും അടയുന്നത് കണ്ടാ? പതുക്കെ അടയുന്ന കണ്ട? ദാറ്റ് ഈസ് എ ടച്ച് മീ ടച്ച് മീ നോട്ട് പ്ലാന്റ്. കണ്ട? അങ്കിള് ടച്ച് ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വരുന്നുണ്ട്. ദാറ്റ്സ് എ ടച്ച് മീ നോട്ട് പ്ലാന്റ്. അപ്പോൾ പ്ലാന്റ്സും മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് അല്ലേ? ദ റൂട്ട്സ് ഓഫ് എ പ്ലാന്റ്, അവരെങ്ങോട്ട് മൂവ് ചെയ്യും? വെള്ളമുള്ള സ്ഥലത്തോട്ടേക്ക് അവരിങ്ങനെ വളർന്നു പോകും. വാട്ട് അബൌട്ട് ദ ലീവ്സ്? അവർക്ക് സൺലൈറ്റ് വേണം ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ലൈറ്റുള്ള സ്ഥലത്തോട്ടേക്ക് ഇങ്ങനെ വളർന്നു പോകും. സോ പ്ലാന്റ്സ് ഓൾസോ ഷോ മൂവ്മെൻറ്റ് ജസ്റ്റ് ലൈക്ക് അനിമൽസ്. വാട്ട് അബൌട്ട് നോൺ ലിവിങ് തിങ്സ്? നോൺ ലിവിങ് തിങ്സ് മൂവ് ചെയ്യുമോ? ഈ ചെയർ മൂവ് ചെയ്യുമോ? യെസ്, ഇറ്റ് വിൽ മൂവ്. സൈക്കിളോ? അത് മൂവ് ചെയ്യുമല്ലോ. കാറ്, ബസ് എല്ലാം മൂവ് ചെയ്യും അല്ലേ? പക്ഷേ എന്ത് വേണം അതിനൊക്കെ? സംവൺ ഹാസ് ടു പുഷ് ഓർ പുൾ ഇറ്റ്. ഏതെങ്കിലും ഒരാൾ അതിനകത്തിരുന്ന് വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും ഒരു കാറോ ബസ്സോ സൈക്കിളോ ഒക്കെ മൂവ് ചെയ്യുന്നത്. ചെയറാണെങ്കിലോ നമ്മൾ ചെയറിനെ പിടിച്ച് വലിക്കുകയോ തള്ളുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ അത് മൂവ് ചെയ്യത്തുള്ളൂ. സോ വി ഹാവ് ടു പുഷ് ഓർ പുൾ അല്ലേ? So non-living things can also move, but they have to be pushed or pulled by a human being. അപ്പോൾ living things move ചെയ്യും. ഓക്കെ? living things feel. അതെങ്ങനെയാണെന്ന് പഠിക്കാം. നമ്മളൊരു ചെടിയെടുത്ത് അതിനെ വെയിലില്ലാത്തൊരു മുറിക്കകത്ത്, നല്ല ഇരുട്ട് മുറിക്കകത്ത് അടച്ചു വെക്കുകയാണെങ്കിൽ ഒരു 4-5 ദിവസം നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ മഞ്ഞ കളറിലിരിക്കും. ഇത് കണ്ടോ? ഇതുപോലെ മഞ്ഞ കളറിലാകും. ലൈറ്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ മഞ്ഞ കളറിൽ അതിൻ്റെ ഇലയൊക്കെ ആയിപ്പോകും. അതല്ലെങ്കിൽ എന്ത് പറ്റും? ഇതുപോലെ ഇങ്ങനെ വാടിക്കിടക്കും. വെയിലൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ വാടി മഞ്ഞളിച്ച് അങ്ങ് കിടക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടാ? ബിക്കോസ് പ്ലാന്റ്സ് ഫീൽ ചേഞ്ചസ് ഇൻ ദ സറൗണ്ടിങ്സ്. അവരുടെ ചുറ്റുപാടും എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അവരതിനനുസരിച്ച് പ്രതികരിക്കും. പ്ലാന്റ്സ് ഫീൽ ചേഞ്ചസ് ഇൻ ദ സറൗണ്ടിങ്സ്. നമ്മൾ ഇപ്പോൾ ഒരു മുറിക്കകത്ത് തന്നെ അടച്ചിരിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും പറയും ഒന്ന് പുറത്ത് പോയി കളിച്ചിട്ടൊക്കെ വാ, വെയിലും വെട്ടവും ഒക്കെ ഒന്ന് കൊണ്ടിട്ട് വാന്ന് പറയും അല്ലേ? അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിനും വെയിൽ വേണം, വെള്ളം വേണം, എന്നാലേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ കഴിഞ്ഞ കൊല്ലം സീസൺസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദ സീസൺസ്. ഏതൊക്കെയായിരുന്നു? സമ്മർ, വിൻ്റർ, റെയിനി, ഓട്ടം, സ്പ്രിങ്, ഇങ്ങനെ കുറേ സീസൺസെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു
ഓട്ടം സീസണിൽ എന്ത് പറ്റുമെന്ന് പഠിച്ചു. ദ പ്ലാന്റ്സ് ഷെഡ് ദെയർ ലീവ്സ് ഇൻ ഓട്ടം സീസൺ. ഓട്ടം സീസൺ ആകുമ്പോൾ അവർ ഇലയൊക്കെ ഇങ്ങനെ താഴെ പൊഴിച്ചിടും. ഇല പൊഴിയുന്ന കാലമാണ് ഓട്ടം സീസൺ എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഓട്ടം സീസൺ? പ്ലാന്റ്സ് ഷെഡ് ദെയർ ലീവ്സ് ഇൻ ദ ഓട്ടം സീസൺ. സ്പ്രിങ്ങിലോ? സ്പ്രിങ്ങിൽ എന്തായിരിക്കും പറ്റുക? ദ പ്ലാന്റ്സ് വിൽ ബെയർ ഫ്ലവേഴ്സ് ഇൻ ദ സ്പ്രിങ് സീസൺ. സ്പ്രിങ് സീസൺ ആകുമ്പോൾ അവർ പൂത്തൊലഞ്ഞങ്ങനെ നിൽക്കും. അപ്പോൾ ദീസ് ആർ ദ പ്ലാന്റ്സ് റെസ്പോണ്ട് ടു ചേഞ്ചിങ് സീസൺസ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ സീസണ് മാറുമ്പോഴത്തേക്കും പ്ലാന്റ്സ് പ്രതികരിക്കുന്നത്. അപ്പോൾ അനിമൽസോ, നമ്മളെപ്പോലത്തെ ഹ്യൂമൻ ബീയിങ്സോ, സമ്മർ സീസണിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഐസ്ക്രീമൊക്കെ കുടിച്ച് നല്ല തണുത്ത ജ്യൂസൊക്കെ കുടിച്ച് ഫാനിൻ്റെ താഴെ ഇരിക്കും അല്ലേ? യു സ്വിച്ച് ഓൺ ദ ഫാൻ ഇൻ സമ്മർ. വൈ? ബിക്കോസ് യു ആർ ഫീലിംഗ് ഹോട്ട്. നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഫാനിൻ്റെ താഴെ ഇങ്ങനെ ഇരുന്ന് ജ്യൂസും ഐസ്ക്രീമും ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല തണുത്ത കാലത്താണെങ്കിലോ വിൻ്റർ സീസണിലാണെങ്കിലോ നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കമ്പിളി പുതപ്പൊക്കെ വെച്ച് ഇങ്ങനെ പുതച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. രാവിലെ അമ്മ എത്ര എണീക്കാൻ പറഞ്ഞാലും കേൾക്കില്ല അല്ലേ? നല്ല സുഖമായിട്ട് മൂടി പുതച്ച് കിടന്ന് നമ്മളങ്ങ് ഉറങ്ങും. വി വെയർ വുള്ളൻ ക്ലോത്ത്സ് ഇൻ വിൻ്റർ. വൈ? ബിക്കോസ് വി ആർ ഫീലിംഗ് കോൾഡ്. നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ വിൻ്ററിൽ വുള്ളൻ ക്ലോത്ത്സ് ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ അനിമൽസിന് ഇതുപോലെ തന്നെയല്ലേ, ചൂടൊക്കെ എടുക്കില്ലേ? അപ്പോൾ ഡോഗ്സ് എന്താ ചെയ്യുക? ദേ പട്ടി ഇങ്ങനെ നാക്കൊക്കെ പുറത്തിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. കാരണം അവർക്ക് ചൂടെടുക്കുമ്പോഴത്തേക്ക് അവരിങ്ങനെ നാക്ക് പുറത്തിട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിതയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ കിതച്ച് ഇങ്ങനെ നാക്കൊക്കെ പുറത്തിടുമ്പോഴത്തേക്ക് ചൂട് മുഴുവൻ അങ്ങ് പോകും. എ ഡോഗ് ഹാങ്സ് ഔട്ട് ഇറ്റ്സ് ടങ് വെൻ ഇറ്റ് ഫീൽസ് ഹോട്ട്. നല്ല ചൂടാകുമ്പോഴത്തേക്കും അവരിങ്ങനെ നാക്ക് പുറത്തിട്ട് കിതയ്ക്കുമ്പോഴത്തേക്കും ആ ചൂടൊക്കെ അങ്ങ് പോകും. ആനയുടെ ചെവി കണ്ടിട്ടുണ്ടോ? ആനയുടെ ചെവി എന്ത് വലുതാണ് അല്ലേ? ആൻ എലഫൻറ്റ് ഫാൻസ് ഇറ്റ്സ് ഇയേഴ്സ് ടു കീപ്പ് ഇറ്റ് സെൽഫ് കൂൾ ഇൻ സമ്മർ സീസൺ ആകുമ്പോഴത്തേക്കും എലിഫൻ്റ് എന്ത് ചെയ്യും? അതിൻ്റെ ചെവി ഇങ്ങനെ ആട്ടി അതിൻ്റെ ബോഡിയെ തണുപ്പിക്കും. അപ്പോൾ അനിമൽസ് എന്താ ചെയ്യുക? ഡോഗ് ആണെങ്കിൽ നാക്ക് ഇങ്ങനെ പുറത്തിട്ടിട്ട്, പട്ടി ഇങ്ങനെ നാക്ക് പുറത്തിട്ടിട്ട് കിതച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ ചൂടൊക്കെ അങ്ങ് മാറും. എ ഡോഗ് ഹാങ്സ് ഔട്ട് ഇറ്റ്സ് ടങ് വെൻ ഇറ്റ് ഫീൽസ് ഹോട്ട്. എലിഫൻറ്റോ? ആൻ എലഫൻറ്റ് ഫാൻസ് ഇറ്റ്സ് ഇയേഴ്സ് ടു കീപ്പ് ഇറ്റ് സെൽഫ് കൂൾ ഇൻ സമ്മർ. അപ്പോൾ അനിമൽസായി, ഹ്യൂമൻസായി, പ്ലാന്റ്സായി. ഇനി ബേർഡ്സ് എന്ത് ചെയ്യും? ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യും. മൈഗ്രേറ്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തിരുന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് അവരങ്ങ് പറന്നു പോകും. അപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ മാറുമ്പോഴത്തേക്കും, ചൂട് കാലമാണ്, വലിയ തണുപ്പാണ്, അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ഏത് ക്ലൈമറ്റ് സഹിക്കാൻ പറ്റുമോ അങ്ങോട്ടേക്ക് അവരങ്ങ് പറന്നു പോകും. ദാറ്റ് ഈസ് മൈഗ്രേഷൻ, ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഫോർ എ പെർട്ടിക്കുലർ ടൈം പീരിയഡ്. കുറച്ച് കാലത്തേക്ക് മൂവ് ചെയ്ത് പറന്നു പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈഗ്രേറ്റ്. ലിവിങ് തിങ്സ് റീപ്രൊഡ്യൂസ്. ഓൾ ലിവിങ് തിങ്സ് റീപ്രൊഡ്യൂസ്. റീപ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ ദേ ഗീവ് ബർത്ത് ടു ബേബീസ്. അപ്പോൾ ഗോട്ട്, ടൈഗർ, കൗ, ഡോഗ് ഇവരൊക്കെ എന്തോ ചെയ്യും? ദേ ഗീവ് ബർത്ത് ടു ദെയർ യങ് വൺസ്. ഹ്യൂമൻ ബീയിങ്സ്, animals like cat, dog, cow, goat, etc. give birth to young ones. പക്ഷേ ബേർഡ്സ് എന്താ ചെയ്യുക? ബേർഡ്സ് ലേ എഗ്സ്, മുട്ടയിടും അല്ലേ? ആൻഡ് യങ് വൺസ് ഹാച്ച് ഔട്ട് ഓഫ് ദ എഗ്സ്. മുട്ടയിൽ നിന്ന് ആര് വിരിഞ്ഞു വരും? കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരും. ബേർഡ്സ് ലേ എഗ്സ് ആൻഡ് യങ് വൺസ് ഹാച്ച് ഔട്ട് ഓഫ് ദ എഗ്സ്. ബേർഡ്സ് മാത്രമല്ല എഗ് ഇടുന്നത്. സ്നേക്സ് ഓൾസോ ലേ എഗ്സ്. ഫ്രോഗ്സും they also lay eggs. Birds, fishes, snakes and frogs lay eggs and the young ones hatch out of the eggs. അപ്പോൾ plants എങ്ങനെയാ? How do plants reproduce? They produce seeds. അവർ സീഡ്സ് ഇടും. എന്നിട്ട് ആ സീഡിൽ നിന്ന് എന്ത് വരും? പുതിയ പ്ലാന്റ്സ് വരും. So all living things reproduce. Living things have a life cycle. A cycle
യു മേ ആസ്ക്, അല്ലേ? സൈക്കിളോ ലിവിങ് തിങ്സിനോ? അപ്പോൾ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ സൈക്കിളുണ്ടോ? ഏയ്, ഇത് നിങ്ങളുടെ സൈക്കിളല്ല. ഇറ്റ് ഈസ് നോട്ട് എ ബൈസൈക്കിൾ ദാറ്റ് യു ആർ ഹാവിങ് വിത്ത് വീൽസ് ആൻഡ് ബെൽസ്. അതല്ല, ഇത് ലൈഫ് സൈക്കിളാണ്. വാട്ട് ഈസ് ദിസ്? ഇറ്റ് ഈസ് എ ലൈഫ് സൈക്കിൾ. ലിവിങ് തിങ്സ് ഹാവ് എ ലൈഫ് സൈക്കിൾ. അതെന്ത് സൈക്കിളാ? ലെറ്റ് us see. എല്ലാ ലിവിങ് തിങ്സിനും ലൈഫ് സൈക്കിളുണ്ട്. മേ ബി പ്ലാന്റ്സ് ഓർ ആനിമൽസ്, ഏതായാലും ശരി, ദേ ആർ ഹാവിങ് എ ലൈഫ് സൈക്കിൾ. ഇത് ഒരു മനുഷ്യനാണ്, നമ്മളെപ്പോലെ തന്നെ ഒരാൾ, അല്ലേ? ആൻഡ് ഡസ് ഹി ഹാവ് എ ലൈഫ് സൈക്കിൾ? യെസ്, അവനൊരു ലൈഫ് സൈക്കിളുണ്ട്. ദാ നോക്കിക്കേ, ഒരു കുഞ്ഞു വാവ, പിന്നെ ചേട്ടനായി, വലുതായി, പിന്നെ വലിയ ചേട്ടനായി, പിന്നെ ദേ ഒരു അങ്കിളായി, വയസ്സായി അപ്പൂപ്പനായി, പിന്നെ മരിച്ചു പോകും. അപ്പം ഇതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്, ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യൻ്റെ ലൈഫ് സൈക്കിളാണിത്. ഇനി അടുത്തത് നമുക്ക് ഒരു കൊതുകിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കാം. കൊതുകിൻ്റെ ലൈഫ് സൈക്കിൾ. മസ്കിറ്റോസ് നമ്മളെ രാത്രി കടിച്ച് നമ്മുടെ ചോരയൊക്കെ കുടിക്കും, അല്ലേ? സോ ദിസ് ഇസ് എ മസ്കിറ്റോ. ദേ കണ്ടോ, ചിറകൊക്കെ വിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്, പറന്ന് വരുന്നുണ്ട്. എന്നിട്ട് ആ മസ്കിറ്റോ എന്താ ചെയ്തത്? ഇറ്റ് ഈസ് ലേയിങ് എഗ്സ്. മുട്ടയിടും. മുട്ട ഹാച്ച് ചെയ്യും. വി ഓൾറെഡി സ്റ്റഡീഡ്, അല്ലേ? എഗ്സ് ഹാച്ച്. ആ ഹാച്ച് ചെയ്ത എഗ്ഗിൽ നിന്ന് എന്താ വരുന്നത്? ലാർവേ. ലാർവയെന്ന് വെച്ചാൽ പുഴു. നിങ്ങൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് കാണുകയാണെങ്കിൽ ആ വെള്ളത്തിനകത്ത് കുറേ പുഴു ഇങ്ങനെ കിടക്കുന്നത് കാണാം. അതാണിത്, ലാർവേ. ഫ്രം എ ലാർവേ പ്യൂപ്പേ വിൽ ബി കമ്മിങ് ഔട്ട്. ലാർവേ വിൽ ബിക്കം എ പ്യൂപ്പേ. പ്യൂപ്പേ എന്ന് വെച്ചാൽ എന്തോന്നാ? കൂടപ്പുഴു എന്ന് പറയും. ഈ ലാർവയെ തിന്ന് നല്ല വലുതായതിന് ശേഷം അതിന് ഉറങ്ങണം. ഉറങ്ങി നല്ല റെസ്റ്റ് എടുത്ത് ഉറങ്ങി അതൊരു കൂടുണ്ടാക്കി അതിനകത്ത് കിടന്ന് ഇങ്ങനെ ഉറങ്ങും. അതിനെയാണ് നമ്മൾ കൂടപ്പുഴു എന്ന് പറയുന്നത്. ഒരു കൂടുണ്ടാക്കി അതിനകത്ത് കിടന്നങ്ങ് ഉറങ്ങും. എന്നിട്ട് അതിനകത്തിരുന്ന് ആരാ വരുന്നേ? ദേ പിന്നെ ഒരു മൊസ്കിറ്റോ വന്നു. അപ്പോൾ ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ മൊസ്കിറ്റോ. ആദ്യം എന്താ വരുന്നത്? അഡൾട്ട് മൊസ്കിറ്റോയിൽ നിന്ന് മുട്ട വരും, മുട്ടയിൽ നിന്ന് ലാർവ വരും, ലാർവയിൽ നിന്ന് പ്യൂപ്പേ വരും, പ്യൂപ്പയിൽ നിന്ന് പിന്നെയും മൊസ്കിറ്റോ വരും. സോ ദിസ് ഈസ് എ ലൈഫ് സൈക്കിൾ ഓഫ് എ മൊസ്കിറ്റോ. അപ്പോൾ ഇനി ആരുടെ ലൈഫ് സൈക്കിൾ കാണാം? ചെടികളുടെ ലൈഫ് സൈക്കിൾ കാണാം. ലൈഫ് സൈക്കിൾ ഓഫ് എ സൺഫ്ലവർ. സൺഫ്ലവർ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള തക്കാളിയോ കത്തിരിക്കയോ ഒക്കെ അമ്മ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ എത്ര ദിവസത്തേക്കായിരിക്കും? ഒരു 3-4 മാസങ്ങൾക്കായിരിക്കും. ഇറ്റ് വിൽ ബി ഫോർ എ ഫ്യൂ സീസൺസ്, 1 or 2 സീസൺസ്, അത്രയായിരിക്കും, അല്ലേ? കുറച്ച് മാസത്തേക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതാ നോക്കിക്കേ, ആദ്യം നമ്മൾ വിത്ത് നട്ട് പിടിപ്പിക്കും, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞി ചെടി വരും. ദാ ചെടി 2 ഇലയൊക്കെ വച്ച് വന്നു. ദാ പിന്നെ മുട്ട് വന്നു, മുട്ട് കണ്ട. എന്നിട്ട് മുട്ടിൽ നിന്ന് എന്ത് വന്നു? പൂ വന്നു. പൂത്തതിന് ശേഷം ആ പൂവിനകത്ത് പിന്നെയും എന്ത് കിട്ടി? സീഡ്സ് കിട്ടി. ആ പൂവിൽ നിന്ന് എന്താ വന്നത്? സീഡ്സ് വന്നു. പിന്നെ ഈ ചെടി അങ്ങ് മരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ദിസ് ഇസ് എ ലൈഫ് സൈക്കിൾ ഓഫ് എ സൺഫ്ലവർ. സൺഫ്ലവറിൻ്റെ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള ടൊമാറ്റോ, ബ്രിഞ്ചാളിനൊക്കെ ഇങ്ങനത്തെ ലൈഫ് സൈക്കിളായിരിക്കും. അതായത് കുറച്ച് മാസങ്ങൾക്ക് മാത്രം. എ ഫ്യൂ സീസൺസ്, 1 or 2 സീസൺസ്. അപ്പോൾ വലിയ മരങ്ങളോ? അതെത്രയാ? 3-4 മാസമാണ് നിൽക്കുന്നത്. നമ്മളുടെ വീട്ടിലുള്ള തെങ്ങും മാവും ഒക്കെ അല്ല, കൊല്ലങ്ങൾ നിൽക്കും, അല്ലേ? ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. സോ ദേ ആർ ഹാവിങ് എ ഡിഫറെൻറ്റ് ലൈഫ് സൈക്കിൾ. അവരുടെ ലൈഫ് സൈക്കിൾ എങ്ങനെയാ? നമുക്ക് നോക്കാം. ഇതാ കണ്ടോ, ഈ ചെടിയിൽ നിന്ന് പൂ വന്നിട്ട് പൂവിൽ നിന്ന് കായ് വരുന്നുണ്ട്. കായ്ക്കകത്ത് വിത്തുണ്ട്. വിത്തിനകത്തിരുന്ന് പിന്നെയും ചെടി വരും. പക്ഷേ ഈ മരം പിന്നെയും പൂത്ത് കായ്ക്കുകയൊക്കെ ചെയ്യും, അല്ലേ? ആ ഒരു പ്രാവശ്യം പൂത്ത് കായ്ച്ചതിന് ശേഷം അത് മരിക്കത്തൊന്നുമില്ല. അതിങ്ങനെ കുറേ കൊല്ലങ്ങളത്തേക്ക് അത് പൂത്ത് കായ്ച്ചുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ട്രീ. ട്രീസ് വളരെ കൊല്ലങ്ങൾ ഇങ്ങനെ നിൽക്കും. സോ ദിസ് ഈസ് എ ലൈഫ് സൈക്കിൾ ഓഫ് എ ട്രീ. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് സ്പാൻ, എത്ര കൊല്ലം അവർ ജീവിക്കുന്നു എന്നുള്ളത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നോൺ ലിവിങ് തിങ്സോ, അവർക്ക് ലൈഫ് സൈക്കിൾ ഉണ്ടോ? നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഹാവ് എ ലൈഫ് സൈക്കിൾ. നോൺ ലിവിങ് തിങ്സിന് ലൈഫ് സൈക്കിൾ ഇല്ല. നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഹാവ് എ ലൈഫ് സൈക്കിൾ. നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് തിങ്സ്. നോൺ ലിവിങ് തിങ്സ്, അതായത് ജീവനില്ലാത്ത സാധനങ്ങൾ, നോൺ ലിവിങ് തിങ്സ് 2 തരമുണ്ട്.
നാച്ചുറൽ തിങ്സ് ആൻഡ് മാൻ മെയ്ഡ് തിങ്സ്. നാച്ചുറൽ തിങ്സ് എന്ന് വെച്ചാൽ എന്തെന്നാ, സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് ചുറ്റും കാണുന്നതാണ് നാച്ചുറൽ തിങ്സ്. മാൻ മെയ്ഡ് തിങ്സ് എന്ന് വെച്ചാലോ, മനുഷ്യനുണ്ടാക്കുന്നതാണ് മാൻ മെയ്ഡ് തിങ്സ്. അപ്പോൾ ഈ പടം കണ്ടാൽ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് നാച്ചുറൽ തിങ്സ്, ഏതൊക്കെയാണ് മാൻ മെയ്ഡ് തിങ്സ് എന്നല്ലേ. ആദ്യം നമുക്ക് നാച്ചുറൽ തിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് മനുഷ്യനുണ്ടാക്കുന്നതാണോ? അല്ല, നാച്ചുറൽ തിങ് ആണ്. ഇതും പിന്നെ വേറെന്തുണ്ട്? യെസ്, ഇത് ഈ മരം, ചെടികൾ, വെള്ളം അല്ലേ. സൺ, മൂൺ, ക്ലൗഡ്സ്, റിവേഴ്സ്, മൗണ്ടൻസ്, ഇതൊക്കെ എന്തോന്നാണ്? നാച്ചുറൽ തിങ്സ് ആണ്. സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് ചുറ്റും കാണുന്നതാണ്. അപ്പോൾ മാൻ മെയ്ഡ് തിങ്സ് ഏതൊക്കെയാണ്? ഈ വീട്, ഈ കളിക്കാനുള്ള സ്ഥലം, വേറെ ഏതുണ്ട്? റോഡ്, ഈ കാറ്, ഇതൊക്കെ എന്തോന്നാണ്? മാൻ മെയ്ഡ് തിങ്സ് ആണ്. Things that are made by man like chairs, tables, computer, television, etc. are called man-made things.